റവയും തേങ്ങയൊക്കെ വെച്ചിട്ട് 2 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ റവയാണ്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഏകദേശം ഒരു 3 ആൾക്ക് കഴിക്കാൻ ഈ ഒരു അളവ് മതിയാവും കേട്ടോ. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു തരിയോടെ തന്നെയാണ് പൊടിച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ തേങ്ങ ചേർത്ത അതേ അളവിൽ തന്നെ 1/4 കപ്പ് അളവിൽ ചോറും, ഏത് അരിൻ്റെ ചോറാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. അപ്പം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നമുക്കത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈ വെച്ച് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പം ഇതേപോലെ ഒന്ന് ഒരു പൊടിഞ്ഞു പോവാതെ കിട്ടണം കേട്ടോ. അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ചോറ് ചേർത്തിട്ട് ഒന്ന് അരച്ചാൽ മതി കേട്ടോ. ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ റവൻ്റെ പുട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആരും കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പഴത്തിൻ്റെ കൂടെ കറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത